Hi students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കീം PYQ സീരീസ് പാർട്ട് 6 ആണ്. മാത്തമാറ്റിക്സ് പേപ്പറിലെ സൊല്യൂഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the domain of the function f of x equal to square root of 8x minus x square minus 7 all raised to 3 by 2 is. അപ്പോൾ എന്താണ് ഒരു ഡൊമൈൻ? ഒരു ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ഓൾ വാല്യൂസ് ഫോർ വിച്ച് ദ ഫംഗ്ഷൻ ഈസ് ഡിഫൈൻഡ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് ഡൊമൈൻ എന്ന് പറയുന്നത്. അതായത് നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസ്. ഇപ്പൊ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു സ്ക്വയർ റൂട്ടിലുള്ള ഒരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഈ സ്ക്വയർ റൂട്ടിന്റെ ഉള്ളിലുള്ള എക്സ്പ്രഷൻ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം, അത് ഡിഫൈൻ ചെയ്തിരിക്കണമെങ്കിൽ. അതായത് 8x minus x square minus 7 should be greater than or equal to 0. അപ്പോൾ ഞാൻ ഇതിനൊരു ക്വാഡ്രാറ്റിക് ഫോർമുലയാണ്, അതിന് മൈനസ് എക്സ് സ്ക്വയർ ആണ് കിടക്കുന്നത്. ആ സൈൻ മാറ്റാൻ വേണ്ടി നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് വരും? എക്സ് സ്ക്വയർ മൈനസ് 8x പ്ലസ് 7. അപ്പോൾ ഇനി നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇൻഇക്വാലിറ്റി ചേഞ്ച് ചെയ്യും. ഗ്രേറ്റർ ദാൻ എന്നുള്ളത് ലെസ് ദാൻ ആയിട്ട് മാറും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ആയി. ഇതിന്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 7 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് ഇത് ഓരോന്നും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് ഇക്വേറ്റ് ചെയ്താൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആൻഡ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 7. അപ്പോൾ 1ന് ലെസ് ആവും വേണം, 7നും ലെസ് ആവണം. അതായത് എക്സ് കിടക്കുന്നത് 1നും 7നും ഇടയിലാണ്. അപ്പോൾ അതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇന്റർവെൽ 1,7 ആയിരിക്കും. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. Let f of x equal to x plus alpha if x less than 0 and maximum of 2 cos x 2 sin x if x greater than or equal to 0. If f is continuous at x equal to 0, then the value of alpha is equal to. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു 0 കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെ വാല്യൂ എന്താണ്? ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആവണമെന്നുണ്ടെങ്കിൽ അതിന്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും അറ്റ് ദാറ്റ് പോയിന്റ് ഷുഡ് ബി ഈക്വൽ. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഷുഡ് ബി ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു അതെന്ന് പറയുന്നത് എന്താ വരുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് വന്ന് എക്സ് ലെസ് ദാൻ 0 അല്ലേ, അതിന്റെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ എക്സ് പ്ലസ് ആൽഫയാണ്. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് പ്ലസ് ആൽഫ. അതിലെ എക്സിന് 0 കൊടുത്താൽ ഇതിന്റെ വാല്യൂ ആൽഫ ആയിരിക്കും. അതേപോലെ ആർ എച്ച് എസിലുള്ള ടേം എന്താണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ്. അത് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എഫ് ഓഫ് എക്സിന്റെ വാല്യൂ which is equal to limit x tends to 0 plus maximum of 2 cos alpha 2 cos x, 2 sin x. അതായത് കോസിന് 0 കൊടുത്താൽ 2 cos 0 1 ആണ്, sin 0 0 ആണ്. അപ്പൊ 2 into 1 2, 0. മാക്സിമം ഓഫ് 2, 0 എന്താണ്? 2 തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആണ് കണ്ടിന്യൂസ് കേസിൽ. അപ്പോൾ ഇക്വേഷൻ 1 ഉം 2 നമുക്ക് ഇക്വേറ്റ് ചെയ്യാം, which implies alpha equal to 2. The value of alpha is 2. Option A ആണ് correct answer. Next question, if x denotes the greatest integer less than or equal to x for x belongs to R, then the value of limit x tends to 0 minus 2x minus x by mod x is equal to. അതായത് ഇതെന്ന് പറയുന്നത് ഈ എക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ വാല്യൂ ഈ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷന്റെ ലിമിറ്റിന്റെ വാല്യൂ എന്തായിരിക്കും എന്നാണ്. എക്സ് ടെൻസ് ടു 0 മൈനസ് ആകുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ് അല്ലേ. അപ്പോൾ എക്സിന് 0 കൊടുത്ത് എക്സ് അപ്രോച്ച് 0 ലെഫ്റ്റ് സൈഡിൽ നിന്ന് 0ന്റെ വാല്യൂക്ക് എത്തുമ്പോൾ എക്സിന് 0ന് തൊട്ട് മുമ്പുള്ള ലെഫ്റ്റ് സൈഡിലെ റിയൽ വാല്യൂ ഏതാണ്? -1 ആണ്. അപ്പോൾ 2x, അപ്പോൾ ഇതിന്റെ വാല്യൂ എന്ത് വരും? as x approaches 0 from the left x less than 0, then the value of x is -1. ഇനി mod x ഉണ്ട്, എക്സ് ലെസ് ദാൻ 0 mod x ന്റെ വാല്യൂ -x ആണ്. അപ്പൊ ഈ രണ്ട് വാല്യൂസ് -1 -x ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ നമുക്ക് എന്ത് കിട്ടും? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 minus 2 into -1 minus x by -x. എക്സും കട്ടായി -1 വന്നു, -1 ആയി, ഇവിടെ -2 വന്നു. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 minus -2 plus 1 -1 ആണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ.
Next, if y equal to sec of tan inverse x, then dy by dx at x equal to root 3 is equal to y എന്ന് പറയുന്നത് എന്താണ് sec tan inverse x ആണ്. നമുക്ക് dy by dx at x equal to root 3 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിന്റെ ഡെറിവേറ്റീവ് കാണാം. sec x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? sec x tan x ആണ്. x ന്റെ സ്ഥാനത്ത് tan inverse x ആണെന്ന് മാത്രം. അപ്പൊ sec tan inverse x tan inverse x into tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 by 1 plus x square ചെയിൻ റൂൾ പ്രകാരം. അപ്പൊ dy by dx കിട്ടി. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. tan inverse x എന്ന് പറഞ്ഞാൽ x ആണ്. sec tan inverse x അതേപോലെ എഴുതി 1 by 1 plus x square അങ്ങനെ എഴുതി. ഇനി sec tan inverse x എന്ന് പറഞ്ഞാൽ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ ഓഫ് tan inverse x ആണ്. tan inverse x x ആണ്, x ന്റെ സ്ക്വയർ x സ്ക്വയർ. അപ്പോൾ sec tan inverse x ന് എനിക്ക് സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് x സ്ക്വയർ എന്ന് എഴുതാം. അപ്പൊ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് എന്ത് വരും? ഡിനോമിനേറ്ററിലെ റൂട്ട് ഓഫ് 1 പ്ലസ് x സ്ക്വയർ വരും. ദാറ്റ് ഈസ് dy by dx എന്ന് പറഞ്ഞാൽ x by റൂട്ട് ഓഫ് 1 പ്ലസ് x സ്ക്വയർ. dy by dx at x equal to root 3 ആണെങ്കിൽ root 3 by root of 1 plus 3 എന്ന് പറഞ്ഞാൽ 4 root 4 2 ആണ്. root 3 by 2. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next question, let f of x equal to cubic root of x raised to 4 divided by cubic root of x square, where x not equal to 0, then the value of f dash of 27. അപ്പോൾ എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്, നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് എക്സ് ഈക്വൽ ടു 27ലുള്ള എഫ് ഡാഷ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എഫ് ഓഫ് എക്സിനെ നമ്മൾ എടുത്തെഴുതി. അതിന് എനിക്ക് എങ്ങനെ എഴുതാം? ക്യൂബിക് റൂട്ട് ഓഫ് എക്സ് റേസ് ടു 4 എനിക്ക് എക്സ് റേസ് ടു 4 by 3 എന്ന് എഴുതാം. അതായത് എക്സ് റേസ് ടു 4 ഓൾ റേസ് ടു 1 by 3 ആണ്. അതിന് എക്സ് റേസ് ടു 4 by 3 എന്ന് എഴുതാം. ഇത് എക്സ് റേസ് ടു 2 എക്സ് സ്ക്വയർ ഓൾ റേസ് ടു 1 by 3, അത് എക്സ് റേസ് ടു 2 by 3. ഇവിടെ നമുക്ക് ഇതിന്റെ പവേഴ്സ് മൈനസ് ചെയ്താൽ ഡിനോമിനേറ്ററിലുള്ള പവർ ന്യൂമറേറ്ററോട്ട് എത്തി നെഗറ്റീവ് ആവും. 4 by 3 മൈനസ് 2 by 3 എക്സ് റേസ് ടു 2 by 3. ഇതിന്റെ ഡെറിവേറ്റീവ് എടുത്താൽ എക്സ് പവർ റൂൾ പ്രകാരം എക്സ് റേസ് ടു എൻ്റെ ഡെറിവേറ്റീവ് n എക്സ് റേസ് ടു n മൈനസ് 1 ആണ്. ദാറ്റ് ഈസ് 2 by 3 എക്സ് റേസ് ടു 2 by 3 മൈനസ് 1. ദാറ്റ് ഈസ് 2 by 3 എക്സ് റേസ് ടു മൈനസ് 1 by 3 വരും. ഇനി എക്സിന് 27 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 27 ഓൾ റേസ് ടു മൈനസ് 1 by 3. ക്യൂബിക് റൂട്ട് ഓഫ് 27 എന്ന് പറയുന്നത് 3 ആണ്. മൈനസ് 1 by 3 വന്നാൽ 1 by അത് ഡിനോമിനേറ്ററിലാണ് വരിക. അപ്പോൾ 1 by 3 വരും. 2 by 3 into 1 by 3 2 by 9 വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Next question, let f of x equal to 5x square plus alpha x plus 16 if x less than 2, x square if x greater than or equal to 2 is differentiable at x equal to 2, then the value of alpha is equal to. f of x തന്നിട്ടുണ്ട്, അതിന് x ലെസ് ദാൻ 2 ഒരു വാല്യൂ, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അനദർ വാല്യൂ. അത് ഡിഫറൻഷ്യബിൾ ആണ് അറ്റ് x ഈക്വൽ ടു 2. ഒരു ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി കണ്ടിന്യൂസ് അറ്റ് ദാറ്റ് പോയിന്റ്. അപ്പോൾ അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസും ഈക്വൽ ആയിരിക്കും. 2 മൈനസ് എന്ന് പറഞ്ഞാൽ എക്സ് ലെസ് ദാൻ 2ലെ എഫ് ഓഫ് എക്സിന്റെ വാല്യൂ കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 5x സ്ക്വയർ പ്ലസ് ആൽഫ എക്സ് പ്ലസ് 16 ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എന്ന് പറഞ്ഞാൽ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുലെ കറസ്പോണ്ടിങ് എഫ് ഓഫ് എക്സിന്റെ വാല്യൂ, ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ. അപ്പൊ എക്സിന്റെ 2 മൈനസ് 2 സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ 5 into 4 പ്ലസ് ആൽഫ into 2 പ്ലസ് 16, 20 പ്ലസ് 2 ആൽഫ പ്ലസ് 16 ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4 ആണ്. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആൽഫ ഈക്വൽ ടു മൈനസ് 16 വരും. ഇനി ഡിഫറൻഷ്യബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. ഇതിപ്പോ കണ്ടിന്യൂസ് ആണെന്നുള്ള കണ്ടീഷനാണ് കൺസിഡർ ചെയ്തപ്പോഴാണ് ആൽഫയ്ക്ക് മൈനസ് 16 കിട്ടിയത്. ഇനി ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡിൽ നമ്മൾ എടുക്കുന്ന ഡെറിവേറ്റീവും റൈറ്റ് ഹാൻഡിലെ ഡെറിവേറ്റീവും ഈക്വൽ ആവണം. എഫ് ഡാഷ് ഓഫ് 2 മൈനസ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് 2 പ്ലസ്. അപ്പൊ ആദ്യം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് ഓഫ് എക്സ്, ഈ ടേമിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 10x പ്ലസ് ആൽഫ പ്ലസ് 0, ദാറ്റ് ഈസ് 10x പ്ലസ് ആൽഫ. എക്സ് സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 2x. എഫ് ഡാഷ് ഓഫ് 2 മൈനസ് എന്ന് പറഞ്ഞാൽ 10 into 2 പ്ലസ് ആൽഫ 20 പ്ലസ് ആൽഫ. എഫ് ഡാഷ് ഓഫ് 2 പ്ലസ് 2 into 2 4 വരും. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്താൽ ആൽഫ ഈക്വൽ ടു മൈനസ് 16 വരും. അതായത് ദ വാല്യൂ ഓഫ് ആൽഫ ഈസ് കൺസിസ്റ്റന്റ് ഫോർ ബോത്ത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. Therefore, option E is the correct answer. If f of x equal to root 2 sin x divided by root of 1 plus cos 2x, then f dash of pi by x equal to.
എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് എഫ് ഡാഷ് ഓഫ് 5/6 ആണ് കണ്ടുപിടിക്കേണ്ടത്. എഫ് ഓഫ് എക്സ് റൂട്ട് ടു സൈൻ എക്സ് റൂട്ട് ഓഫ് 1 പ്ലസ് കോസ് 2x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 പ്ലസ് കോസ് 2x എന്ന് പറഞ്ഞാൽ 2 കോസ് സ്ക്വയർ എക്സ് ആണ്. അപ്പോൾ റൂട്ട് ഓഫ് 2 കോസ് സ്ക്വയർ എക്സിനെ റൂട്ട് 2 കോസ് എക്സ് എഴുതാം. റൂട്ട് കട്ടായി സൈൻ ബൈ കോസ് ടാൻ ആണ്. അതിന്റെ ഡെറിവേറ്റീവ് സിക്സ് സ്ക്വയർ എക്സ് ആണ്. അറ്റ് പോയിന്റ് 5/6 6 സ്ക്വയർ 5/6 എന്ന് പറഞ്ഞാൽ 2/√3 the whole square, that is 4/3. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. Let f of x equal to 1/x square and let u equal to f of x f double dash of x then du by dx. f of x 1/x square ആണ്. f double dash of x എന്തായിരിക്കും? -2x raised to -3. പവർ റൂൾ പ്രകാരം n x raised to n minus 1 n minus 2 ആണ്. 1/x സ്ക്വയറിനെ മുകളിലോട്ട് എഴുതി x raised to -2 n x raised to n minus 1 -2x raised to -3. അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ത് വരും? n അത് വീണ്ടും പവർ റൂൾ യൂസ് ചെയ്ത -2 into -3 x raised to n minus 1 -3 -1 6x raised to -4. u എന്ന് പറഞ്ഞാൽ f of x into f double dash of x, that is 1/x square into 6x raised to -4. അപ്പോൾ എക്സ് സ്ക്വയറും എക്സ് റേസ് ടു -4 ആഡ് ഈ എക്സ് സ്ക്വയർ ന്യൂമറേറ്ററിലോട്ട് കൊണ്ടുവന്ന എക്സ് റേസ് ടു -2 ആവും. അത് എക്സ് റേസ് ടു -4 ആയിട്ട് ആഡ് ചെയ്യുമ്പോൾ x റേസ് ടു -6 വരും. അപ്പൊ u എന്ന് പറയുന്നത് 6x raised to -6 ആണ്. നമുക്ക് du by dx ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് വീണ്ടും പവർ റൂൾ ചെയ്താൽ മതി. 6 into -6 x raised to n minus 1 -36 x raised to -7. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. The function f of x equal to 2 cos x minus x plus 3 is increasing in 0 pi, decreasing in 0 pi, increasing in 0 pi by 2 and decreasing in pi by 2 pi, decreasing in 0 pi by 2 and increasing in pi by 2 pi, increasing in 0 pi by 4 and decreasing in pi by 4 pi. അപ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ അറിയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? എഫ് ഓഫ് എക്സ് കാണുക, എഫ് ഓഫ് എക്സിന്റെ ഡെറിവേറ്റീവ് കാണുക. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 2 cos x minus x plus 3 ആണ്. അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ -2 sin x minus 1 ആണ്. ഇതിലെ sin x പോസിറ്റീവ് ആവുന്നത് എവിടെയാണ്? സീറോനും പൈന്റെ ഇടയില്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ -2 sin x എന്താവും? നെഗറ്റീവ് ആയിരിക്കും അല്ലെ? sin x എപ്പോഴും പോസിറ്റീവ് ആണ് 0 പൈന്റെ ഇടയില്. അപ്പോൾ -2 ഇൻറ്റു ഒരു പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് തന്നെ. ആ നെഗറ്റീവ് ഒരു നെഗറ്റീവ് മൈനസ് ചെയ്താൽ നെഗറ്റീവ് വാല്യൂ തന്നെ കിട്ടും. അപ്പോൾ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. ഏത്? ഇൻ 0 പൈ. അപ്പൊ എന്ത് വരും? ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഡിക്രീസിങ് ഇൻ 0 പൈ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതോടെ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.